നരഭോജിയെ മനുഷ്യസ്നേഹിയാക്കുന്ന സുവിശേഷം. നമ്മളിപ്പോൾ സുവിശേഷത്തിന്റെ ദീപശിഖയുമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊല്ലം ജില്ലയിലെ അമ്പനാട് ഹിൽസിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദേശങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നേരത്ത് എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ആഫ്രിക്കയിലെ സുവിശേഷ പ്രവർത്തനം നിമിത്തം അസംഖ്യം നരഭോജികൾ വിശ്വാസികളായി. ഒരു ദിവസം ഇവിടം സന്ദർശിക്കാനിടയായ ഒരു നിരീശ്വര സംഘം യേശുക്രിസ്തുവിനെയും സുവിശേഷ പ്രവർത്തനത്തെയും അങ്ങേയറ്റം അവഹേളിച്ച് സംസാരിച്ചു. ക്രിസ്തു ഒരു സാധാരണക്കാരൻ ആണെന്നും താൻ ഈ ലോകത്തിന് യാതൊരു നന്മയും ചെയ്തിട്ടില്ലെന്നും പറയുകയുണ്ടായി. അപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു: ക്രിസ്തു ലോകത്തിന് എന്തു ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ക്രിസ്തു എനിക്ക് എന്തു ചെയ്തു എന്ന് പറയാം. സുവിശേഷം എൻ്റെ രാജ്യത്ത് മിഷണറിമാർ കൊണ്ടുവരാതിരിക്കുകയും ഞാനത് അംഗീകരിച്ച് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ കാണുന്ന കലത്തിൽ നിങ്ങളുടെ മാംസം കിടന്ന് തുളയ്ക്കുമായിരുന്നു. അതായത് ഞാനും എൻ്റെ പിതാക്കന്മാരെ പോലെ നരഭോജിയായിരുന്നു. അതെ, എന്നാൽ സുവിശേഷം എന്നെ രക്ഷിച്ചു. ആയതിനാൽ നിങ്ങളിന്ന് ജീവനോടെ മടങ്ങിപ്പോകാൻ ഇടയാകുന്നു. അതേ സഹോദരങ്ങളെ, സുവിശേഷത്തിന് ഒരു രാജ്യത്തെ വിടുവിക്കാൻ കഴിയും. സുവിശേഷത്തിന് ഒരു ദേശത്തെ സൗഖ്യമാക്കാൻ കഴിയും. സുവിശേഷത്തിന് ഒരു വ്യക്തി ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. സുവിശേഷത്തിന് ഒരു വലിയ പ്രകാശം വരുത്താനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 16:10 ശ്രദ്ധിച്ചാലും ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, മർക്കോസ് 9:2, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്താനും അവരെ അയച്ച് പറഞ്ഞത്. അതെ, നിങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം കരങ്ങൾ കോർക്കാം. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാകുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം നൽകി ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടാൻ കഴിയും. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിലെ ഓരോരോ തൂണുകളായിത്തീരാൻ.
നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ.